അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പലതരം വികാരങ്ങളുടെ സംഗമ ഭൂമിയാണ് മനുഷ്യൻ. ഒരുപക്ഷെ മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നതും അവ തന്നെയായിരിക്കും. ആയതിനാൽ തന്നെ ഒരു വൈകാരിക ജീവി എന്നുള്ള നിലയ്ക്ക് മനുഷ്യൻ കൈവെക്കുന്ന എല്ലാ മേഖലകളിലും തൻ്റെ വികാരങ്ങളുടെ ഒരു പകർപ്പ് പകർത്താൻ എപ്പോഴും മനുഷ്യൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു കലാകാരന് തന്നിലുള്ള എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഒരു ചെറിയ നോവലിലേക്ക് ഒതുക്കിയതാണ് ഓസ്ട്രിയൻ നോവലിസ്റ്റായ സ്റ്റെഫാൻ സ്വൈഗിൻ്റെ ദ ചെസ് സ്റ്റോറി. ഓസ്ട്രിയയിലെ ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച സ്റ്റെഫാൻ സ്വൈഗ് തൻ്റെ ജീവിതത്തിൽ ഹിറ്റ്ലറിൻ്റെ ജർമ്മനിയുടെ നാസി ഭരണത്തിൽ അതിന് കീഴിലായി ജീവിക്കുന്നതിനിടയിൽ തനിക്കനുഭവിച്ച മുഴുവൻ ഭാരങ്ങളും അയവിറക്കിക്കൊണ്ട് അതിൻ്റെ സ്മരണയിൽ അദ്ദേഹം രചിച്ച നോവലിലാണ് ചെസ് സ്റ്റോറി എന്നുള്ളത്. 1930കളുടെ അവസാനം അമേരിക്കയിലെ ന്യൂയോർക്കിൽ നിന്നും അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലേക്ക് ഒരു കപ്പൽ പുറപ്പെടുകയാണ്. ആ കപ്പലിലാണ് പേര് വെളിപ്പെടുത്താത്ത നമ്മുടെ ആഖ്യാതാവ് ഉള്ളത്. ആ ആഖ്യാതാവ് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്തായി ഒരു ചെസ് ബോർഡും അതിനപ്പുറത്ത് ലോകപ്രശസ്തനായ ഒരു ചെസ് മാസ്റ്ററും ഇരിക്കുന്നത് അദ്ദേഹം കാണുകയാണ്. ആ ചെസ് മാസ്റ്ററോട് ഒരു ഗെയിം കളിക്കാനുള്ള തൻ്റെ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് $250 ചെലവ് വരും എന്നുള്ളതിനാൽ അദ്ദേഹം മടിച്ചു നിൽക്കുകയാണ്. ആ അവസരത്തിലാണ് മക്കോണർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വ്യവസായി അവിടേക്ക് വരുന്നത്. അദ്ദേഹത്തിനും ഇതേ ആഗ്രഹമുണ്ട്. അങ്ങനെ അദ്ദേഹം പണം ചെലവഴിക്കാൻ തയ്യാറാകുന്നു. ഇവർ ഒരു സംഘമായി ടീമായി ഈ ചെസ് ഗ്രാൻഡ് മാസ്റ്റർക്കെതിരെ കളിക്കുമ്പോഴും ഒരിക്കൽ പോലും അയാൾ അടിപതറുന്നില്ല, ഒരിക്കൽ പോലും തോൽക്കുന്നില്ല, സമനിലയാകുന്നു പോലുമില്ല. ഈ അവസരത്തിൽ പെട്ടെന്ന് പിറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ചലിപ്പിക്കരുത്, ആ ചലനം നിങ്ങളെ പരാജിതനാക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ജർമ്മൻ വ്യക്തിയാണ്. അദ്ദേഹത്തെ നോവൽ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ ബി എന്ന പേരിലാണ്. എല്ലാവരും ആശ്ചര്യത്തോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തിലേക്ക് നോക്കി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളിപ്പോൾ ചെയ്യാൻ പോകുന്ന മൂവ് അത് ശരിയായതല്ല. ഇവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ കളിക്കൂ. ആ വ്യക്തി ഡോക്ടർ ബി ഈ ചെസ് ഗെയിം പൂർത്തിയാക്കുകയും ഈ ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ നോവലിൽ ഒരു ഫ്ലാഷ് ബാക്കാണ്. നാസി ജർമ്മനിയിലെ തടവറയിൽ ഈ ഡോക്ടർ ബി കഴിച്ചുകൂടിയ കാലത്തിൻ്റെ അവസ്ഥകളാണ് ഈ ആഖ്യാതാവിനോട് ഡോക്ടർ ബി പറയുന്ന രൂപത്തിൽ നാം വായിക്കുന്നത്. ചെയ്യാനൊന്നുമില്ലാതെ, സംസാരിക്കാൻ ആരുമില്ലാതെ ഏകാന്തതയുടെ തടവറയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ഡോക്ടർ ബി ഒരു ദിവസം സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈനികന്റെ കോട്ടിൻ്റെ കീശയിൽ നിന്ന് മോഷ്ടിച്ച ഒരു ചെസ് ഗൈഡാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റുന്നത്. അദ്ദേഹത്തിന് അത്
ആദ്യം മടുപ്പിക്കുന്നതായി തോന്നിയെങ്കിൽ പോലും വേറെ ഒരു കാര്യവുമില്ല എന്നുള്ളതിനാൽ അദ്ദേഹം ഓരോ പേജുകളായി ആ പുസ്തകം വായിച്ചു തീർക്കുന്നു. അങ്ങനെ അദ്ദേഹം ചെസ് ഗെയിം മാസ്റ്റർ ചെയ്യുന്നു. ഈ നോവൽ നമ്മുടെ മുന്നിലേക്ക് പ്രധാനമായും നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള സങ്കീർണതകളും അതുപോലെ ഏകാന്തത ഒരു മനുഷ്യനെ എത്രത്തോളം നശിപ്പിക്കുമെന്നുള്ളതുമെല്ലാം ഈ നോവല്ല നമ്മുടെ മുന്നിൽ ഇറക്കി വെക്കുന്നു. തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികളും വായിച്ചിരിക്കേണ്ട വളരെ ചെറിയ ഒരു പുസ്തകമാണ് സ്റ്റെഫാൻ സെയ്ഗിൻ്റെ ദ ചെസ് സ്റ്റോറി. ഈ ഒരു അവസരത്തിൽ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.